നാളായിട്ട് ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ചേച്ചി വെയിറ്റ് ഗെയിനിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. വെയിറ്റ് ലോസിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഗെയിൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി 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 വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു വീണ സിനർജൽ. ഞാൻ വീണ, പ്രൊഫഷൻ ബേസ് ഞാൻ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കണം. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് ചെയ്തപ്പോൾ ഒക്കെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവില്ലേ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഷുഗർ, വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഷുഗർ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവില്ലേ, ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള വെയിറ്റും കൂടി പോവുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ആൾക്കാർക്ക് വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓവറോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരുപാട് ഷുഗർ കഴിച്ചുകൊണ്ടും ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് വെയിറ്റ് കൂട്ടാം. പക്ഷേ ആ വെയിറ്റ് കൂട്ടുന്നത് വഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് നാശമാവും. നമ്മളുടെ മൊത്തത്തിൽ ഓവറോൾ ബോഡിയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാം, ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരാം. പിന്നെ ഇതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതും നമുക്ക് നല്ലൊരു അപ്പിയറൻസിലേക്ക് വരിക എന്നുള്ളതും ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കലോറി സർപ്ലസ് വന്നാൽ മാത്രമാണ് വെയിറ്റ് കൂടുക. നമ്മൾ എത്ര കലോറിയാണ് ഫുഡ് കഴിക്കുന്നത്, ആ കലോറിയിൽ നമുക്ക് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്ര കലോറി നമ്മൾ കഴിക്കണം എന്നുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ സർപ്ലസ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ വെയിറ്റ് കൂടുള്ളൂ. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ ഓരോന്നിൻ്റെയും കലോറി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇത്രയാണ് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് അങ്ങനെ കൊടുത്തിട്ട് BMI ചെക്ക് ചെയ്യുക. എത്ര കലോറി കൂട്ടിയാലാണ് നമുക്ക് വെയിറ്റ് കൂടുക എന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചിട്ട് കലോറി ഇൻടേക്ക് കൂട്ടുക. അത് ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്യണം. ഒരുപാട് ഫാറ്റ് കഴിച്ചുകൊണ്ടല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രോട്ടീൻ എല്ലാ മീലിൻ്റെയും കൂടെയും പ്രോട്ടീൻ മാക്സിമം ഇൻടേക്ക് എടുക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, ടോഫു പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ, അതായത് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ധാന്യം പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം, നമ്മൾ മുട്ട കഴിക്കാം. കൂടുതലായിട്ട് ഇതിനകത്തൊക്കെ പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറും ഫാറ്റ് ബിൽഡ് ചെയ്യുകയല്ല വേണ്ടത്, മസിൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. എല്ലാ മീലിൻ്റെയും കൂടെ പ്രോട്ടീൻ എന്തെങ്കിലും ഉള്ളിൽ ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ഓവറോൾ നമ്മളുടെ മൊത്തത്തിലുള്ള ലുക്കിനെയും അപ്പിയറൻസിനെയും നമ്മളുടെ ഓവറോൾ ഹെൽത്തിനെയും നമ്മളുടെ മുടിയുടെ സ്ട്രെങ്ത്തിനെയും നമ്മളുടെ സ്കിന്നിൻ്റെ സ്ട്രെങ്ത്തിനെയും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ട്രെങ്ത് ട്രെയിനിങ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരും ജിമ്മിലൊക്കെ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം കൂടുതൽ ആൾക്കാരും കൺഫ്യൂസ്ഡ് ആവുന്നൊരു കാര്യം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ലേ ജിമ്മിൽ പോകേണ്ടത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയല്ല. നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകണം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൂട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫാറ്റ് മാത്രമായി പോവും. സോ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കുക. അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് സാധാരണ വെയിറ്റ് ലോസിനൊക്കെ ആൾക്കാർ എടുക്കുന്നത് പോലെ തന്നെ ഒരു കറക്റ്റ് റുട്ടീൻ ഉണ്ടാക്കുക. ഓരോ മീലിൻ്റെ കൂടെയും പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളതും, കലോറി സർപ്ലസ് ആയിട്ട് എടുക്കണം എന്നുള്ളതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ഒരു ഓർഡറിൽ ഒരു റുട്ടീൻ പോലെ ചെയ്തു പോകണം. അടുത്തതെന്ന് പറയുന്നത്, കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കലോറി സർപ്ലസിൽ പോകണം എന്നുള്ളത്. കലോറി സർപ്ലസിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനാണ് കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയാം, ഒന്ന് നട്ട് ബട്ടേഴ്സ് ഒക്കെ കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ ആൽമണ്ട് ബട്ടർ, പീനട്ട് ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. അവക്കാഡോസ് കഴിക്കുക, ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുക, നട്ട്സ് കഴിക്കുക, സീഡ്സ് കഴിക്കുക. ഇതൊക്കെ ആക്ച്വലി കലോറി ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങളാണ്. അതിൽ പിന്നെ നമുക്ക് സ്മൂത്തീസ് കഴിക്കുക, ഫുൾ ഫാറ്റ് ഡയറി കഴിക്കുക. ഫുൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിംഡ് മിൽക്ക് ഒന്നും കഴിക്കുന്നതിന് പകരം നോർമൽ മിൽക്ക് തന്നെ കഴിക്കുക, ഫുൾ ഫാറ്റ് ആയിട്ടുള്ളത്. അതുപോലെ സ്മൂത്തീസിനകത്ത് എല്ലാം കൂടി നല്ല റിച്ച് ആയിട്ടുള്ള സ്മൂത്തീസ് കഴിക്കുക. സ്മൂത്തീസൊക്കെ ഇടയിലിടയിൽ കഴിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. സോ കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് വെറുതെ ഫുഡ് കഴിച്ചു എന്നുള്ളൊരു തോന്നലും വരില്ല. കഴിച്ചതൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കലോറി ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ വെയിറ്റ് പെട്ടെന്ന് വരികയും ചെയ്യും. അടുത്ത കാര്യവും ഞാൻ പറയാൻ പോകുന്നത്, ഈ കലോറി
ഡെൻസായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഡ്രിങ്ക്സ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്മൂത്തീസ്, അതുപോലെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും ആഡഡ് ഷുഗർ ചേർത്തിട്ട് കഴിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഷുഗറിന് പകരം ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെയും കഴിക്കാം. പക്ഷേ മാക്സിമം ഫുൾ ഫാറ്റ് ആയിട്ടുള്ളതും വയറ് നിറയുന്ന രീതിയിലുള്ളതും മാക്സിമം റിച്ച് ആയിട്ടുള്ളതും നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള, ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുള്ള സ്മൂത്തീസൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ കലോറി ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ ഇത് പറയാറുണ്ട്, മാക്സിമം ചെറിയ മീലാക്കി 5-6 മീല് ഒരു ദിവസം കഴിക്കുക എന്നുള്ളത്. നമ്മൾ നോർമലി എല്ലാവരും കഴിക്കുന്നത് രാവിലെ ഒരു ഫുൾ മീൽ കഴിക്കും, ഉച്ചയ്ക്ക് ഒരു മീൽ കഴിക്കും, വൈകുന്നേരം ഒരു ചെറിയ മീൽ കഴിക്കും, രാത്രിയിൽ ഒരു മീൽ കഴിക്കും. 4 മീലാണ് നമ്മൾ നോർമലി ആൾക്കാർ കഴിക്കുക. അപ്പോൾ ഇതിന് പകരം ഈ 4 എന്നുള്ളത് 5-6 ആക്കി മാറ്റുക. 5-6 ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു മീലിനെ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മീലിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇടയ്ക്ക് സ്മൂത്തീസ് ആഡ് ചെയ്താലും മതി, ഇടയ്ക്ക് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്താലും മതി. സ്മൂത്തീസിൽ തന്നെ പീനട്ട് ബട്ടറോ ആൽമണ്ട് ബട്ടറോ കാഷ്യൂ ബട്ടറോ ഒക്കെ ചേർത്തിട്ട് അങ്ങനെയുള്ള സ്മൂത്തീസ് കുടിച്ചാലും മതി. അതൊക്കെ ഇതിൻ്റെ ഇടയിലാക്കിയാൽ മതി. പക്ഷേ 5-6 മീലായിട്ട് അത് കൺവേർട്ട് ചെയ്യുക. ആൻഡ് അതൊക്കെ ചെറിയ ചെറിയ മീലായിട്ട് എടുക്കുക. വലിയ ഒരു നേരത്തെ മീൽ കഴിക്കുന്നതിന് പകരം ചെറിയ 5 മീൽ അല്ലെങ്കിൽ 6 മീലായിട്ട് എടുക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഹെൽത്തി ഫാറ്റിനെ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. അതായത് ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നട്ട്സിൻ്റെ നട്ട് ബട്ടർ കഴിക്കുന്നത്, അവക്കാഡോ കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഗീ കഴിക്കുന്നത്, ഇതൊക്കെ ആക്ച്വലി നല്ലതാണ്, ഹെൽത്തി ഫാറ്റാണ്. ഹെൽത്തി ഫാറ്റ് നമ്മൾ കാർബ്സ് എടുക്കുന്നതിനേക്കാളും മറ്റെന്ത് കാര്യങ്ങൾ എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഹെൽത്തി ഫാറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഹെൽത്തി ഫാറ്റ് ബോഡിക്ക് ആവശ്യവുമുണ്ട്. ആൻഡ് ഓൾസോ അത് മൊത്തത്തിൽ സ്കിന്നിനും നിങ്ങളുടെ ഓവറോൾ ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓവറോൾ നമ്മൾ നന്നായിട്ട് ഇരിക്കുക എന്നുള്ളതും ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതും ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു കാര്യമാണ് 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക എന്നുള്ളത്. 7-8 എന്നൊക്കെ പറയും, 7-8-9 അങ്ങനെ. ഇപ്പോൾ നന്നായിട്ട് നടന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ മസിൽ റിക്കവറിയോ ആണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നന്നായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഉറങ്ങാതിരിക്കുകയല്ല വേണ്ടത്, ഉറങ്ങണം. ഉറങ്ങിയിട്ട് നമ്മുടെ ക്ഷീണങ്ങൾ ഒക്കെ തീർക്കണം. എന്നിട്ട് വേണം ഓരോ ദിവസവും നമ്മൾ ഈ പറഞ്ഞ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു റുട്ടീൻ വേണം എന്നുള്ളതാണ്. കറക്റ്റായിട്ട് റുട്ടീൻ ഫോളോ ചെയ്ത് ഉറക്കത്തിനും എക്സസൈസിനും ഫുഡ് കഴിക്കുന്നതിനും ഒക്കെ ഒരു കറക്റ്റ് റുട്ടീൻ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്, വെയിറ്റ് കൂട്ടുക എന്നുള്ളതും ഒരു ഓവർനൈറ്റ് നടക്കുന്നൊരു പ്രോസസ്സൊന്നും അല്ല. നമ്മൾ വിചാരിക്കേണ്ടത് ഒരാഴ്ചയിൽ ഒരു 250 ഗ്രാം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു 250 ഗ്രാം വെയിറ്റ് കൂടിയാലും മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂടുന്നൊരു കാര്യമാണ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് അതിന് ക്ഷമയുണ്ടാവണം. 2 ആഴ്ചയിൽ 250 ഗ്രാമേ കൂടിയുള്ളൂ ഇത്രയും ചെയ്തിട്ടും, അല്ലെങ്കിൽ 10 ദിവസം ഞാനത് ചെയ്തിട്ടും നന്നായിട്ട് വെയിറ്റ് കൂടിയില്ല എന്ന് വിഷമിക്കുകയല്ല വേണ്ടത്. അത് പേഷ്യൻ്റായിട്ടിരിക്കുക. 250 ഗ്രാമെങ്കിൽ 250 ഗ്രാം, അത് കൂടുന്നുണ്ടല്ലോ അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അത് കുറയുകയല്ലല്ലോ. പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്, പെർഫെക്ഷൻ അല്ല. എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ 250 ഗ്രാം മാത്രമേ കൂടുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കൂടുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ എനർജി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മളെ കണ്ട ക്ഷീണം പിടിച്ചതുപോലെ അല്ല ഇരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എനർജിയിൽ മാറ്റം ഉണ്ടായാൽ പോലും ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഗ്രസ് ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വെയിറ്റ് കുറഞ്ഞ് എന്തോ അസുഖം പിടിച്ചതുപോലെ ആവും. അപ്പോഴാണ് നോർമലി ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങുക നിനക്ക് എന്ത് പറ്റി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നോർമലി ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ എനർജി കറക്റ്റ് ആണെങ്കിൽ, നമ്മളുടെ ബാക്കിയുള്ള റുട്ടീൻസ് കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കറക്റ്റ് ആണെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡിയിലും റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രോഗ്രസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് വെയിറ്റ് നമ്മുടെ സ്കെയിലിൽ, അതായത് ഓരോ സമയത്തും നമ്മൾ പോയിട്ട് വെയിങ് മെഷീനിൽ നോക്കി വെയിങ് മെഷീനിലെ നമ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ പോരാ. ഇതൊക്കെ പ്രോഗ്രസ് ആണെന്ന് തന്നെ കണക്കാക്കണം. അങ്ങനെ വേണം ട്രാക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ വെയിറ്റ് കൂട്ടുക എന്നുള്ളത് വെറുതെ ജങ്ക് ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഷുഗർ കുറെ കഴിച്ചിട്ടോ ചെയ്യേണ്ട ഒരു കാര്യമല്ല.
ബോഡി നറിഷിങ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, സ്ട്രെങ്ത് കൂടുന്നുണ്ടോ എന്ന് നോക്കുക, മസിൽ ബിൽഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് വെയിറ്റ് കൂട്ടുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മേക്ക് ഓവർ ഉണ്ടാവും, വെയിറ്റ് കൂടുകയും ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, ലവ് യു.